أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية يقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഒരു റമദാൻ മാസത്തെ കൂടി വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാവും. റജബ് മാസത്തിൻ്റെ പ്രത്യേകത അത് ബറക്കത്തിൻ്റെ മാസമാണ് എന്നതാണ്. റജബ് മാസമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. അപ്പോൾ റജബ് ബറക്കത്തിൻ്റെ മാസമാണ്. ശഅബാൻ എന്ന് പറയുന്നത് ഇഷ്കിൻ്റെ മാസമാണ്. ശഅബാൻ എൻ്റെ മാസമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസം എന്നത് ഉമ്മത്തിൻ്റെ മാസമാണ്. രണ്ട് നിലയിലും. ഒന്നത് റഹ്മത്തിൻ്റെ മാസമാണ്, റിലീഫ്. രണ്ടാമത്തേത് ഉമ്മത്തിന് ലാഭമുണ്ടാക്കാനുള്ള മാസമാണ്, ലൈലത്തുൽ ഖദ്ർ. എല്ലാ മാസങ്ങളിലും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ റമദാനിലെ ഇബാദത്തിന് കൂടുതൽ കൂലിയുണ്ട്. മക്കളെ, ദേശം ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇരുന്നാണ്, ഇവിടുന്ന് വരുന്ന 5 ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മാറിയിരുന്നാൽ മതി. ഇവിടുന്ന് ഈ നീല കുപ്പായം മുതൽ നീല ടീഷർട്ട് ഇട്ട ആൾ മുതൽ അവൻ്റെ നീലയെന്ന് ഒന്ന് നോക്കുക. ഇങ്ങനെ നോക്കി ഇങ്ങോട്ടിരിക്കും. ദേശം കൂടി ഒന്ന് കൂട്ടി കുറച്ചുകൂടി അങ്ങനെയാണ്ട് പോവാം. ദേശം കൂടി ഇവന് ആ ഗ്യാപ്പൊക്കെ ഇരിക്കും. ഒന്നുകൂടി പോവും. ഇവൻ്റെ പേരെന്താ? അംജദോ? സദാനെ? ഇജ്ജ് വാ, ഇങ്ങോട്ടിരുന്ന. സംസാരിക്കുമ്പോൾ അങ്ങനെ വായിൽ നിന്നും ഉമിനീര് വരിക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്ര അടുത്തിരിക്കുമ്പോഴേ അവരൊരു പക്ഷേ അത് ഫീൽ ചെയ്യൂല. പക്ഷെ നമുക്ക് സംസാരിക്കാനൊരു പ്രയാസം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്. റജബ് ബറക്കത്തിൻ്റെ മാസമാണ്, ഞാൻ പറഞ്ഞു. ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ബറക്കത്തുണ്ട്. ബറക്കത്തില്ലാത്തതുകൊണ്ട്
ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുആ സുബ്ഹിയിലെ ഖുനൂത്താണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്നതിൽ നീ ബറക്കത്ത് ചെയ്യണമേ. തോന തരണേന്നല്ല, തന്നതിൽ ബറക്കത്ത് തരണേന്നാണ്. ബറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ളത് വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടാവും. അങ്ങനെയാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ബറക്കത്തുണ്ടാവുന്നതാണ്. അങ്ങനെയാണ്. ബറക്കത്തുള്ള ആയുസ്സുണ്ട്, ബറക്കത്തുള്ള സന്താനങ്ങളുണ്ട്, ബറക്കത്തുള്ള ഇൽമുണ്ട്, ബറക്കത്തുള്ള നാടുണ്ട്, ബറക്കത്തുള്ള പള്ളിയുണ്ട്, ബറക്കത്തുള്ള മദ്രസ ഉണ്ട്, ബറക്കത്തുള്ള കോളേജുണ്ട്, ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട്. അങ്ങനെ ബറക്കത്തുള്ള മൊബൈൽ ഫോണുണ്ട്. അങ്ങനെ ബറക്കത്തുള്ള മൈക്കി ഉണ്ട്, ബറക്കത്തുള്ള ക്യാമറ ഉണ്ട്. അങ്ങനെ ബറക്കത്തുള്ള ക്യാമറക്കാരനും ഉണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ബറക്കത്തുള്ളതുണ്ട്, ബറക്കത്തില്ലാത്തതുണ്ട്. എല്ലാത്തിലും നമ്മൾ ബറക്കത്തുള്ളതിനെ എടുക്കണം. ഒരു നാട് എങ്ങനെ ബറക്കത്തുണ്ടാകുക? ഒരു നാട്ടിൽ ബറക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടെങ്കിലാണ് ആ നാടിൽ ബറക്കത്തുണ്ടാവുക. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ്. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫ്ളലായ മണ്ണ് മദീനയുടെ മണ്ണാണ്. തുർബത്തുൽ മദീനത്തി ശിഫാഉം മിനൽ ജുദാം. മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠരോഗത്തിന് ശമനമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒന്നും വേണ്ട, മദീനത്തെ മണ്ണെടുത്ത് കണ്ട് തേച്ചാൽ തന്നെ ശിഫയാവും എന്നുള്ളതാണ്. എന്താ മദീനയുടെ പ്രത്യേകത? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്നു എന്നതാണ് മദീനയുടെ പ്രത്യേകത. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. ബറക്കത്തുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും. ചില തുണിങ്ങുപ്പ എടുത്ത് പോയാൽ റാഹത്താവും. എന്തേ? ബറക്കത്തുള്ളതുകൊണ്ട്. ചില തുണിങ്ങുപ്പ എടുത്ത് പോയാൽ ഒരു റാഹത്തും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. ബറക്കത്തുള്ള വാച്ചുണ്ട്, ബറക്കത്തുള്ള സമയമുണ്ട്. കുറേ എണ്ണ എന്തിനാ വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബറക്കത്തുള്ള ഓട്ടോറിക്ഷ ഉണ്ട്, ബറക്കത്തുള്ള മോട്ടോർ സൈക്കിളുണ്ട്, ബറക്കത്തുള്ള യാത്രയുണ്ട്, ബറക്കത്തുള്ള ഭക്ഷണമുണ്ട്. അങ്ങനെ എല്ലാ സാധനമുണ്ട്. എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. സമയത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം സുബ്ഹിയുടെ മുമ്പുള്ള സമയമാണ്. അപ്പോഴാണ് മുത്തുനബി ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയുടെ അല്പം മുമ്പ്. ലോകമുണ്ടായത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും ബറക്കത്തുള്ള സമയം 1500 വർഷങ്ങൾക്ക് മുമ്പ്, 1499 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വലിൻ്റെ 12ാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബ്ഹിൻ്റെ മുമ്പുള്ള സമയമാണ്. ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയമെടുത്താൽ ആ സമയത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം. ഒരു സമയത്തിൻ്റെ ബറക്കത്ത് എങ്ങനെ തീരുമാനിക്കുക? ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയാണ് തീരുമാനിക്കുക. തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്. ഒരു സമയത്തിൻ്റെ ബറക്കത്ത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനിക്കുക. ബാപ്പ മരിച്ച അന്ന് തന്നെ പേര കൂടി ഇരിക്കണം എന്നൊന്നുമില്ലല്ലോ. ബറക്കത്ത് കേടും തീരുമാനിക്കണം തന്നെയാണ്. ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ബറക്കത്ത് തീരുമാനിക്കുന്നത് എന്ത് തന്നെയാണ്?
ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മുഹറം 10 കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നാണ് ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗപ്രവേശനം നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ നിക്കാഹാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ പ്രത്യേകത? വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ ഹവ്വാ ബീവി എന്ന നമ്മളെ വല്യമ്മാനെ കല്യാണം കഴിച്ചത്. ഒരു സമയത്തിൻ്റെ ബറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയിൽ രാവിലെയാണ് നിക്കാഹ് നടത്തേണ്ടത്. എന്തേ കാരണം? അപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ കല്യാണം കഴിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാക്കണം മോളുടെ കല്യാണം. എന്തേ കാരണം? അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാകണം മോൻ്റെ കല്യാണം. എന്തേ കാരണം? അപ്പോഴാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത്. അപ്പം തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ആവണം. ഒരു സമയത്തിൻ്റെ ബറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനമാക്കണത്. നമ്മൾ പറയാറുണ്ട് ചില ദിവസം അന്ന് നഹ്സാണ് എന്ന്. എന്താ കാര്യം? കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അദാബ് ഇറങ്ങിയ ദിവസം, അതാണ് സംഗതി. നഹ്സ് പറഞ്ഞാൽ കാര്യമായ അദാബുകൾ ഇറങ്ങിയ ദിവസങ്ങൾ. അപ്പം നന്മ തീരുമാനിക്കുന്നതാകെ തന്നെയാണ്, തിന്മ തീരുമാനിക്കുന്നതാകെ തന്നെയാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലെയും സമയത്തിലെ ബറക്കത്ത്, ആയുസ്സിലെ ബറക്കത്ത്. 2 കാര്യം ചെയ്യുന്നവർക്കാണ് ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു. ആയുസ് ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് കുടുംബത്തിൽ ബറക്കത്തുണ്ടാവും. ചില കുടുംബങ്ങൾ ബറക്കത്തുള്ള ഉണ്ടാവും, ചില വീടുകൾ വലിയ ബറക്കത്തുള്ള വീടുണ്ടാവും. ഒരിക്കൽ മുസ്തഫായ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ടൊരു സഹാബി വര്യൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കൾ പേരക്കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പൈസയുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ മക്കൾ പേരക്കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി, പൈസ കുറയാനും തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക. എന്താ കാരണം? ബറക്കത്തില്ല. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് 2 അടയാളങ്ങൾ ഉണ്ടാവും. ഒന്ന്, തുടരെയുള്ള മരണങ്ങൾ നടക്കും. മരിക്കും, ജീവനുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും. പക്ഷെ ഒരു പെരയിൽ മരിക്കന്നെ വെച്ചാൽ ബറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്നതിൻ്റെ അടയാളമാണ്. കാരണം വീട് മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. പെര മരിക്കാനുള്ളതല്ലല്ലോ, ജീവിക്കാനുള്ളതല്ലേ. മരണം എന്നാൽ മനുഷ്യനെ കണക്കാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മരിക്കൂല എന്നില്ല. പക്ഷെ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ ബറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ്. എന്നതുപോലെ പൈസ എത്ര കിട്ടിയാലും കാണാനില്ല. തള്ളാർ പറയും ഓട്ടക്കയ്യാണ്, എത്ര കിട്ടിയാലും കൂടിയേ പോയത് എന്നറിയില്ല. വീട്ടിൽ ബറക്കത്തിൻ്റെ കുറവാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ വെച്ച് അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യൽ ബറക്കത്തുണ്ടാവാനുള്ള ഒരു വഴിയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഒരു തവണ ഓതുക എന്നത് ബറക്കത്തുണ്ടാവാനുള്ള വഴിയാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ
ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ വാഖിഅ ഓതിയാൽ അവനൊരിക്കലും ദാരിദ്ര്യം വരൂലാന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ മൂന്നാമത്തൊരു കാര്യം കൂടിയും ചെയ്യണം. മനുഷ്യനല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജീവി വീട്ടിൽ വേണം. അതൊരു ബറക്കത്താണ്. കോഴി, അല്ലെങ്കിൽ ആട്, കയ്യെങ്കിലും ഊരിക്കുട്ടി, അല്ലെങ്കിൽ പൈക്കുട്ടി, പോത്തായാലും കുഴപ്പമില്ല. അതിനൊന്നും പറ്റൂലെങ്കിൽ ഒരു പൂച്ചെങ്കിലും വേണം. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വീട്ടിലുണ്ടാവൽ ബറക്കത്താണ്. മീൻ തിന്നിട്ട് മുള്ള് ബാക്കിയാവുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടേറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വെച്ചിങ്ങാണ്ട് ഞാനത് പൂച്ചക്ക് ഭക്ഷണമാക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്താലേ ഒഴിവാക്കണ മീൻ മുള്ളുകൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കിട്ടും, ഒപ്പം ബറക്കത്തും കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള ചോറ് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും, രണ്ടാമത്തെ ദിവസം പിന്നെ എടുത്ത് ഒഴിവാക്കലാണ് പതിവ്. നേർക്ക് നേരെ ഒഴിവാക്കാനുള്ള പ്രയാസം കൊണ്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കും. പിറ്റേന്ന് എടുക്കൊന്നുമില്ല, പിറ്റേന്ന് വേറെ ചോറ് വെക്കും, എന്നിട്ട് ആ പയതെടുത്തുകൊണ്ട് പിന്നെ ഒഴിവാക്കും. ആ ഒഴിവാക്കുമ്പോൾ ഞാനിത് കോഴിക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് നീയത്ത് വെച്ചാൽ ഭക്ഷണം കളയാന്നുള്ള പ്രശ്നമില്ല. ഒഴിവാക്കണ ഭക്ഷണം കൊണ്ട് കോഴിക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ കൂലി വാങ്ങുകയും ചെയ്യാം. ഇങ്ങനെ മുതലാക്കാറുണ്ട്. മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ്. ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ നീയത്തൊക്കെ പഠിച്ചവനെ ദൂർക്കാരം കഴിഞ്ഞ് അസറുക്കാരം വരെയുള്ള സമയം ബാക്കിയുണ്ട്, അസർ നിസ്കാരത്തിനൊരു ഉഷാറ് കിട്ടാനാണ് ഞാൻ ഉറങ്ങണത് എന്ന് നീയത്ത് വെച്ചാണ്ട് ഉറങ്ങിയാൽ ഉറങ്ങണേനും കൂലിട്ടും. അങ്ങനെയാണ്. വേസ്റ്റില്ല, ഒക്കെ മുതലാക്കണം. ആശുപത്രിയിലായി ഉമ്മാൻ്റെ അമ്മ ആശുപത്രിയുടെ വരാന്തയിൽ ഇങ്ങനെ വെറുതെ പോയിരിക്കുമ്പോഴും നീയത്ത് നേരാക്കിയാണ്ട് കൂലി വാങ്ങണം. അങ്ങനെയാണ്. രാവിലെ നീച്ചേക്കിന് പാടത്തേക്ക് കൈക്കോട്ട് എടുത്തുങ്ങാണ്ട് പോകുമ്പോഴും നീയത്ത് നേരാക്കിയാൽ പഠിച്ചോൻ്റെ ഇരുന്ന് കൂലിട്ടും. അങ്ങനെയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വേസ്റ്റ് ഉണ്ടാവില്ല, ഒക്കെ മുതലാക്കുക. എല്ലാ കാര്യങ്ങളും മുതലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ബറക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാത്തിലും ബറക്കത്തുണ്ട്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ഇങ്ങനെ ചെയ്യണം. ജീവിതം മൊത്തം ബറക്കത്തുള്ളതായി മാറണം. എന്നിട്ട് ദ്വാരക്കും വേണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന് ദ്വാരക്കണം. അല്ലാഹു നമ്മളൊക്കെ റമളാനിലേക്ക് എത്തിക്കട്ടെ. ശഅബാനിലുണ്ട് ബറക്കത്ത്. ശഅബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വരലാണ്. നബി തങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരലാണ് ശഅബാനിലെ ബറക്കത്ത്. നമ്മളെ കാപ്പിലം ഉമർ വഫാത്തായിട്ട് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. കാപ്പിലം ഉമർ വഫാത്തായിട്ട് മൂപ്പരെ ഡയറി, മൂപ്പര് ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന ഡയറി മറിച്ചപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ച് ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ട് ഒരു സമയമൊക്കെ എഴുതിയിട്ട് അന്ന് ആദ്യമായിട്ട് മുത്തുനബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ. ജീവിതകാലത്ത് നമ്മളൊക്കെയാണ് കണ്ടുവച്ചാൽ ചെവിൻ്റെ പാട പൊട്ടും വിശദീകരണം കേട്ടിട്ട്. കാപ്പിലും മുറയിലും മരിച്ചിട്ട് ഡയറി നോക്കിയപ്പോഴാണ് കണ്ടതറിയണേ. ഒരോട്ടമല്ല, കുറച്ചിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട്, ഡേറ്റൊക്കെ എഴുതിയിട്ട് രണ്ടാമത് മുത്തുനബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഡയറി കുറച്ചും കൂടി മറിച്ച് നോക്കുമ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരോട്ടം കാണാൻ തന്നെ പൂതിയൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി. അങ്ങനെയാണ്. ഈ ഒരാൾ എന്നോട് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്ത് കാണാനുള്ള എളുപ്പമുള്ള സ്ഥലത്ത് ഏതാണെന്ന് ചോദിച്ചു. മെനക്കെടാനാവില്ല, എളുപ്പം ഇങ്ങോട്ട് നടക്കണം. അങ്ങനെയാണ്.
ഒന്ന് എളുപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു മറുപടി. സംഗതി എളുപ്പമുള്ളതാണെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമല്ലോ, എളുപ്പമില്ല, കുറച്ച് പണിയുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യണം. സ്വലാത്ത് നാലാമത്തതോ അഞ്ചാമത്തതോ ഒക്കെയാണ്. അതിൻ്റെ മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ലോണം പൂതി ഉണ്ടാവണം. ആഗ്രഹത്തെക്കാളും വലുതാണ് എന്ത്? പൂതി. ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും. പൂതി നമ്മളെ മലപ്പുറത്തേക്ക് മാത്രം അറിയുന്ന ഭാഷയാണ്. വേറെ ചെന്നിട്ട് പൂതി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അത് ആഗ്രഹത്തേക്കാൾ വലിയ സാധനമാണ് പൂതി. നല്ലോണം പൂതി വേണം. നാളെ ഞാൻ ഒരിക്കൽ പറയണ്ടായി, ഇവിടെ നമ്മളെ ഇരിങ്ങാവൂരിലൊരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഞാൻ മുമ്പേടെ പ്രസംഗിച്ചോ പറഞ്ഞിട്ടുണ്ട്. പൂതിപ്പാപ്പ, നാട്ടുകാരൊക്കെ മൂപ്പരെ പൂതിപ്പാപ്പ പൂതിപ്പാപ്പ എന്ന് വിളിച്ചു. എന്താ വെച്ചാൽ മൂപ്പരിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്. അപ്പോൾ ഈ കുട്ടികൾ, സ്കൂൾ പോണ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരിതിങ്ങനെ കേട്ടപ്പോൾ മൂപ്പർക്ക് പൂതിപ്പാപ്പാന്ന് പേരിട്ടു. അങ്ങനെയാണ്. കുട്ടികൾക്ക് പിന്നെ പേരിടാൻ എളുപ്പമുണ്ട്. എന്തേലും ചെറിയ സംഭവം ഉണ്ടായാൽ മതി, ഇപ്പോൾ വേഗം പേര് അങ്ങനെ പേരിട്ടു. അങ്ങനെ മൂപ്പര് മരിച്ചു. നല്ല അറിയപ്പെട്ട ആളാണ്. ഇരിങ്ങാവൂരിലും അദ്ദേഹത്തിൻ്റെ മക്ബറൊക്കെ ഉണ്ട്. വലിയ പ്രസിദ്ധനായ നല്ലൊരു സൂഫി വര്യനാണ് പൂതിപ്പാപ്പ. അപ്പോൾ മൂപ്പര് പറയണ പെണ്ണെട്ടാൻ പൂതി പറഞ്ഞത് നമ്മളെ ഇവിടുന്ന് ഈ പല്ല് ചെരിഞ്ഞ സൈസ് പെണ്ണിനെ കെട്ടാനല്ല, സ്വർഗത്തിൽ ഹൂർലിങ്ങളെ കെട്ടാനുള്ള പൂതി ഉണ്ട് എന്ന്. അതിനുള്ള കായില്ല എന്നാണ് മൂപ്പര് പറയണേ. അതിനിങ്ങനെ ചില്ലറ 1.5 പവൻ മഹറിനുള്ള പൈസ ഒന്നും ഉണ്ടായാൽ നടക്കൂല. അതിന് നല്ല നോട്ടും കെട്ടാൻ വേണ്ടി വരും. എന്നാലേ പറ്റുള്ളൂ. അതാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ പൂതി ഉണ്ടായാൽ നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു മനുഷ്യന് ആഗ്രഹം ശക്തമായ എന്ത് കാര്യവും ഉറക്കത്തിൽ നടക്കും. ഒരാൾക്ക് പെണ്ണെട്ടണമെന്ന് അതിശക്തമായ ആഗ്രഹം ഉറക്കത്ത് കിട്ടും. മഹർ വേണ്ട, മോതിരം വാങ്ങണ്ട. ഒരാൾക്ക് കുവൈത്തേക്ക് പോകണമെന്ന് അതിശക്തമായ പൂതിയാണ്. ഉറക്കത്ത് പോകും, പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട, പോയി ഉഷാറായിട്ടുണ്ട് വരാം. അപ്പോൾ ഒന്ന്, ആഗ്രഹം ശക്തമായിരിക്കണം. അവകാശവാദം ഉണ്ടായിട്ട് കാര്യമില്ല. അവകാശവാദം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കണ്ട തിരക്കടില്ല, അതുകൊണ്ടൊന്നും കാണൂല. കണ്ടേ പറ്റൂ, കാണും. അതാണ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയണമെന്ന്. അവിടെയാണ് കാഴ്ച. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാകാൻ ആവശ്യമായ വിവരമുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പൂതി എളുപ്പമുണ്ട്, മറ്റേത് അത്ര തന്നെ എളുപ്പം നടക്കൂല. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ മാത്രമല്ല കാണുക, ഉണർച്ചയെ തന്നെ കാണും. കണ്ടോരുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉറക്കത്തിലൊന്നല്ല, ഉണർച്ചയെ തന്നെ കാണുമെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ. അപ്പോൾ കണ്ടാൽ അത് നബിയാന്ന് മനസ്സിലാവണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാവശ്യമായ കാര്യങ്ങൾ പഠിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എന്താ പറഞ്ഞു? നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ്, മുത്തുനബിയുടെ നിറം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൂക്കെങ്ങനെയാണ്, നബി തങ്ങളുടെ കണ്ണെങ്ങനെയാണ്, പുന്നാര നബി തങ്ങളുടെ പുരികങ്ങൾ എങ്ങനെയാണ്, തലമുടി എങ്ങനെയാണ്, താടി എങ്ങനെയാണ്, നടത്തം എങ്ങനെയാണ്, ഇരുത്തം എങ്ങനെയാണ്, അങ്ങനെ പഠിക്കണം. എന്നാലേ കണ്ടത് നബിയാന്ന് മനസ്സിലാവുള്ളൂ. ശൈത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വരൂല എന്നാണ്. അതിന് രൂപം നമുക്കറിയണ്ടേ. ശൈത്താനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? രൂപം അറിയണമല്ലോ. അങ്ങനെയാണ്, രൂപം അറിയണം. അപ്പോൾ മുത്തുനബിയുടെ എല്ലാ കാര്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് എണ്ണ തേച്ച് മുടി വാർന്നിടലാണ് പതിവ്. ഇടയ്ക്കിടെ ചില രോമങ്ങൾ നരച്ചതുണ്ട്. എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ ഒളിച്ചു പോകുന്നതിനാൽ വെളുത്ത മുടി സാധാരണയായി കാണാറില്ല. അതാണ് നബി തങ്ങളുടെ മുടിയുടെ രൂപം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങൾ ഇന്നലെ ഉറക്കത്ത് കണ്ടു, കുളിച്ച് വരിക തോന്നുന്നുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ പാറിങ്ങാണ്ട് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന്. കാരണം അങ്ങനെ നബി തങ്ങൾ നടക്കലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
എണ്ണ തേച്ച് വാർന്നിട്ടിട്ട് വേറൊരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, തലയൊക്കെ നല്ലോണം നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുത്തുനബിയുടെ തലയിൽ നരച്ച മുടി ഓരോന്നുണ്ട്, പക്ഷേ എണ്ണ തേച്ച് വാർന്നിടലും വെളുത്ത മുടി കറുത്ത മുടിയുടെ ഉള്ളിൽ ഒളിക്കലുമാണ് പതിവ്. വെളുത്ത മുടി ഉണ്ടെങ്കിലും കാണലില്ല. വളരെ കുറഞ്ഞ വെളുത്ത മുടിയാണുള്ളത്. ഒരാൾക്കിങ്ങനെ എണ്ണണമെന്ന് വിചാരിച്ചാൽ എണ്ണിയെടുക്കാൻ പറ്റും, അത്ര മുടികളെ നരച്ചിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ സംഗതികളും. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, പല്ലൊന്ന് ചെരിഞ്ഞിങ്ങാണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫ നബി തങ്ങളുടെ പല്ല് നിരയൊത്ത പല്ലുകളാണ്, ഒറ്റൊന്നും ചെരിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമാണ്, ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൻ്റെ വെള്ള അതിശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണി അതിശക്തമായ കറുപ്പുമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു, കണ്ണു വെള്ളാരം കണ്ണിൻ്റെ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബി തങ്ങളെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി തങ്ങളെ പഠിക്കണം. ഞാൻ അത് പറഞ്ഞതിൽ രണ്ടുദ്ദേശമുണ്ട്, രണ്ടുദ്ദേശത്തിലാണത് പറഞ്ഞത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരലാണ്. രണ്ടാമത്തെ ഒരു കാര്യം അതിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഒരു സദസ്സിലേക്ക് മുസ്തഫായ നബി തങ്ങൾ വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സദസ്സിൽ എല്ലാവരും നോക്കിയാൽ ഒറ്റയടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ്. അതായത് വാതിലിൻ്റെ മുക്കിലോ മറവിലോ ഒളിവിലൊന്നും ആരിരിക്കൂല, നബി തങ്ങൾ ഇരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ വെള്ളിയാഴ്ച ചുമക്ക് എന്നാൽ അങ്ങനെ ഇരിക്കുക. എത്ര നേരത്തെ ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ. സ്ഥലമില്ലായിട്ട് നേരം വയ്ക്കി വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളു വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്ക് ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഇരിക്കൂല. നബി തങ്ങളൊരു സദസ്സിൽ ചെന്നാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവെ കൈ കെട്ടൽ പതിവില്ല. നിസ്കാരത്തിലൊക്കെ കെട്ടും എന്നുള്ളത് വെച്ചാൽ അങ്ങനെ പൊതുവെ കൈ കെട്ടൂല. ഇനി കൈ കെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല. ലേശം മെനക്കെടുണ്ടാവും, കുറച്ച് അധ്വാനം ഉണ്ടാവും, പക്ഷെ അങ്ങനെ ആവണം. അങ്ങനെ ആവണം. ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കൽ പതിവുണ്ടായിരുന്നില്ല. ചിരിക്കുമ്പോൾ ഒച്ച ഉണ്ടാവില്ല. ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കൽ പതിവില്ല. അപൂർവമായി നബി തങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിലും അഥവാ അണപ്പല്ല് കാണുന്ന തരത്തിൽ ചിരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെ ഒരു പതിവില്ല. ഇന്നമാ കാന യതബസ്സമു, അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലായിരുന്നു സ്ഥിരമായ പതിവ്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. നബി തങ്ങളുടെ ചുണ്ടുകൾ നല്ല ചുവന്ന ചുണ്ടുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയായിരുന്നു. തങ്കനിറം, വെള്ളയിൽ സ്വർണം കയറിയതുപോലെയുള്ള നിറമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇതാണ് നമ്മൾ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കലാണ്. നാലാമത്തെ കാര്യം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ആളുകളുമായി തവസ്സുൽ ചെയ്യണം.
അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ കാപ്പിലും മുറുസ്താദിനെ ഓർമ്മ വന്നത്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ.